Hello, good morning everyone. Once again, welcome back to our English time. How are you? I hope all are fit and fine. How is your studies going on? Oh, very good. Then, today we are going to discuss about past continuous. What is past continuous? We use past continuous tense to say that somebody was in the middle of doing something at a certain moment in the past. Form of past continuous. Subject plus is or am plus verb ing form ആയിരിക്കും. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആം എന്നും യു വി ദേ ആണെങ്കിൽ ആർ എന്നും ഹി ഷീ ഇറ്റ് ആണെങ്കിൽ ഈസ് എന്നുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു എക്സാമ്പിൾ പറയാം. ഹീസ് ഗോയിങ്, അവൻ പോകുകയാണ്. അപ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? സബ്ജക്റ്റ് സെയിം തന്നെയായിരിക്കും, പക്ഷേ ഈസ് അവിടെ ഡിഫറെൻറ്റ് വരുന്നു. ഈസ് ആർ അതിന് ഡിഫറെൻറ്റ് വരുന്നു. എന്തായിരിക്കും വരിക? ഹി വാസ് ഗോയിങ് എന്ന് ചേഞ്ചായി മാറുന്നു. ഈസ് എന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ്ലി ഈസ് എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ്ലിക്ക് മാറുമ്പോൾ വാസ് എന്നും ആർ എന്നത് വേർ എന്നും ആയി ചേഞ്ച് ആയി വരുന്നു. ഈസ് ഓർ ആർ എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് മീനിങ്. വാസ് അല്ലെങ്കിൽ വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് മീനിങ് ഉള്ളത്. പിന്നെ പാസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ ആം യൂസ് ചെയ്യുകയില്ല. സബ്ജക്റ്റ് ഐ, ഹി, ഷീ, ഇറ്റ് എന്ന് വരുമ്പോൾ, സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ വാസ് എന്നും പ്ലൂറൽ സബ്ജക്റ്റായ യു വി ദേ എന്ന് വരുമ്പോൾ വേർ എന്നും യൂസ് ചെയ്യുന്നു. ഇത് സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബാണ് യൂസ് ചെയ്യുക അല്ലേ? സെൻറ്റൻസിൽ വെർബിൽ ing ഫോം ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് ഗോയിങ്, അവൻ പോകുകയാണ്. ഹി വാസ് ഗോയിങ്, അവൻ പോകുകയായിരുന്നു. അങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് വരുന്നത്. ഹീസ് ആണ് എന്നും വാസ് ആയിരുന്നു എന്നാണ് മീനിങ്. ഹീസ് ഗോയിങ്, ഹി വാസ് ഗോയിങ്, ദേ വർ ഗോയിങ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഹി ഈസ് സിംഗിങ് എന്നത് ഹി വാസ് സിംഗിങ് എന്ന് ആയി മാറുന്നു. പ്രസൻറ്റ് ടെൻസിൽ ഹി ഈസ് സിംഗിങ്, പാസ്റ്റ് ടെൻസിൽ ഹി വാസ് സിംഗിങ് എന്ന് ചേഞ്ചായി മാറുന്നു. അതുപോലെ തന്നെ വീണ്ടും പ്രസൻറ്റ് കണ്ടിന്യൂസ്ലി ദേ ആർ സിംഗിങ് എന്നത് ദേ വർ സിംഗിങ് എന്നായി മാറുന്നു. ഐ ആം സിംഗിങ് എന്നത് പാസ്റ്റിലേക്ക് വരും. പാസ്റ്റ് കണ്ടിന്യൂസ്ലി വരുമ്പോൾ ഐ വാസ് സിംഗിങ് എന്ന് ചേഞ്ചായി വരുന്നു. ഈസ് വാസ് എന്നും ആർ വേർ എന്നും ആം വാസ് എന്നും ആയിരിക്കും. പ്രസൻറ്റ് കണ്ടിന്യൂസ്ൽ ഈസ് ആർ ആം എന്നാണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്ലി വാസ് വേർ വാസ് എന്ന് എഴുതുന്നു. മോർ എക്സാമ്പിൾ, ഹി വാസ് സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുകയായിരുന്നു. ഹി വേർ സ്ലീപ്പിംഗ്, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഹി വാസ് ഇൻ സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുകയല്ലായിരുന്നു. വി വേർ ഇൻ സ്ലീപ്പിംഗ്, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. നെഗറ്റീവ് സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മളൊന്നും നോക്കണ്ട, അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ മതി. ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് ആകുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ വാസ്, വേർ, വാസിൻറ്റ്, വേറിൻറ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് സെയിം തന്നെയായിരിക്കും, പക്ഷേ ഈസ് വാസ് എന്നും ആർ വേർ എന്നും വാസ് വാസിൻറ്റ് എന്നും വേറിൻറ്റ് എന്നും ആയി ചേഞ്ച് ചെയ്ത് വരുന്നു. ഐ, ഹി, ഷീ, ഇറ്റ് എന്ന
സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ വാസ് എന്നും യു വി ദേ വേർ എന്ന പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ വേർ വാസ് വേർ എന്നും യൂസ് ചെയ്യുന്നു. ഓക്കെ, നെഗറ്റീവ് സെൻറ്റൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ജസ്റ്റ് നോട്ട് എന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.